നമസ്കാരം. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ മറുനാടനോട്. നാശനഷ്ടങ്ങളെപ്പറ്റി വിലയിരുത്താൻ സർക്കാരിന് സംവിധാനമുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം കൂടുതൽ നടപടികളുണ്ടാകും. ഇനി ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. വിഷയം സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒറ്റപ്പെട്ടതാണെങ്കിലും കാണുന്നുണ്ട്. പരിശോധന നടക്കുന്നുണ്ട്. ഞാൻ ഇതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. വിഷയത്തിൽ മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പിണറായി സർക്കാരിന്റെ 10 വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് എറണാകുളത്ത് നടന്ന കേക്ക് മുറിക്കൽ ചടങ്ങിൽ വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വ്യക്തമായ മറുപടി മന്ത്രി നൽകിയതുമില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. കട തുറന്ന് പ്രവർത്തിച്ചിരുന്നു. നിരവധി ആളുകൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. തീ പടരാൻ തുടങ്ങിയതോടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയായിരുന്നു. 1-ാം നിലയിലും 2-ാം നിലയിലും മുഴുവൻ തീ പടർന്നു. സ്കൂൾ തുറക്കൽ പ്രമാണിച്ച യൂണിഫോം, തുണിത്തരങ്ങളും മറ്റ് വസ്ത്രങ്ങളും വലിയ തോതിൽ സംഭരിച്ചിരുന്നു. കെട്ടിടത്തിനകത്തുള്ള വസ്ത്രങ്ങൾ കത്തി താഴേക്ക് വീണു. തീ മണിക്കൂറുകളോളം കത്തിയതോടെ നഗരത്തിൽ മുഴുവനും കറുത്ത പുക പടർന്നു. നഗരത്തിൽ ഗതാഗത കുരുക്കുമുണ്ടായി. അതേസമയം തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നതും ആശ്വാസകരമായ വാർത്തയായി. തീപിടുത്തത്തിൽ വലിയ നഷ്ടമാണ് ആ കെട്ടിടത്തിലെ വ്യാപാരികൾക്കുണ്ടായത്. ഏറ്റവും താഴത്തെ നിലയിൽ ഇരുഭാഗത്തുമായി 40 ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. സ്കൂൾ തുറക്കുന്ന കാലമായതിനാൽ ടെക്സ്റ്റൈൽസിൽ വലിയ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 2 നിലയുള്ള കോംപ്ലക്സിൽ 50ഓളം കടകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമൊഴിവായി. സംഭവത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2007 ഏപ്രിലിൽ മിഠായി തെരുവിലെ പടക്കക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ച ദുരന്തത്തിനു ശേഷം കോഴിക്കോട് നഗരത്തിലുണ്ടായ വൻ തീപിടുത്തമായിരുന്നു ഇത്. അതേസമയം പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. 2ാം പിണറായി സർക്കാരിന്റെ 5ാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ആഘോഷിച്ചത്. 4ാം വാർഷികാഘോഷ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ഒരു ഘടകകക്ഷി മന്ത്രി ഒഴികെ എല്ലാവരെയും ചേർത്ത് നിർത്തിയായിരുന്നു ആഘോഷം. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, കെ.ബി. ഗണേഷ് കുമാർ, കെ. കൃഷ്ണൻകുട്ടി, കെ. രാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലക്കാരനായ മന്ത്രി പി. രാജീവും കേക്ക് മുറിക്കാനെത്തി. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. വനം വകുപ്പിനെതിരെ CPM നിരന്തര ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ കുറവ്. ഇതോടെ വനമന്ത്രിയെ ഉടൻ മാറ്റുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും എ.കെ. ശശീന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത സർക്കാരിന്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുത്തില്ല എന്നത് വലിയ വിവാദമാവുകയാണ്. വനം വകുപ്പിനെതിരെ CPM നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് എ.കെ. ശശീന്ദ്രനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല.